മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും പ്രഭാഷകനും നിഘണ്ടുകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എസ് ഗുപ്തൻ നായരെ ജന്മനാടായ കായംകുളം കൃഷ്ണപുരത്ത് അനുസ്മരിച്ചു. കൃഷ്ണപുരം യുവജന സംഘടനാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും അനുസ്മരണ സമ്മേളനവും നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മഹാനായ മലയാള നിരൂപക ശ്രേഷ്ഠൻ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അനുസ്മരണം നടന്നു. കൃഷ്ണപുരം യുവജന സംഘടനാ ഗ്രന്ഥശാലയിലായിരുന്നു അനുസ്മരണം. ഇതിനോടനുബന്ധിച്ച് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടന്നു. അനുസ്മരണ പരിപാടി കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മനുഷ്യരെ നമ്മൾ ഞാൻ പലപ്പോഴും ഇന്ന് ആധുനിക കാലഘട്ടത്തില് നമ്മളെല്ലാം ഫ്ലെക്സ്ബോർഡിന്റെയും പരസ്യത്തിന്റെയും കാലത്താണ് ജീവിക്കുന്നത്. ഒരുപറ്റം നല്ല അധ്യാപകർ കലാലയങ്ങളില് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അധ്യാപകർ എങ്ങനെയായിരുന്നു എന്നുള്ള പ്രത്യേകിച്ച് ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ അടയാളപ്പെടുത്തിയ ഒരുപറ്റം നല്ല അധ്യാപകരാൽ സമ്പന്നമാകുന്ന ഒരു നാടായിരുന്നു കേരളത്തിൽ. ഒരു തർക്കവുമില്ല. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ മാറ്റത്തിനും വിധേയമായപ്പോൾ മനുഷ്യനും മാറിയിരിക്കുന്നു, എല്ലാ മേഖലയും മാറിയിരിക്കുന്നു. വിചാരണ ചെയ്യപ്പെടുന്ന പലപ്പോഴും രാഷ്ട്രീയക്കാരാണെന്ന് മാത്രമേ വിചാരണ ചെയ്യപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ്, ബാക്കി ആരെങ്കിലും വിചാരണ ചെയ്യുന്നില്ല. എന്നാൽ എല്ലായിടത്തും വലിയ തരത്തിലുള്ള ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പോലും നമ്മൾ ഭയക്കാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് തെറ്റായിട്ട് തോന്നണമെന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര പ്രയാസമാണ്, കാറ്റഗറി ചെയ്യാനായിട്ട് പ്രയാസമാണ്. ഇപ്പൊ ഒരു കാര്യം ശരിയല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഭയക്കുന്ന ഒരു കാലത്താണ്. കാരണം നമുക്ക് തോന്നുന്നത് ശരിയല്ല, പക്ഷെ അത് പറയുമ്പോൾ ആ ശരിയല്ലാഴിക ശരിയാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം, നിയമസഭാ കമ്മിറ്റിയുടെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞ എൻഡോസൾഫാനേക്കാൾ മാരകമാണ് ആധുനിക കാലഘട്ടത്തിലെ വൈകുന്നേരത്തെ ടെലിവിഷൻ പരിപാടികൾ എന്ന് പറഞ്ഞത്. ഐഷത്തുട്ടി MLA ചെയർമാനും ഞാൻ കമ്മിറ്റി മെമ്പർമായിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സമയം ചർച്ച വന്നു. പിറ്റേ ദിവസം നിയമസഭയിൽ വന്നപ്പോൾ ഞങ്ങൾ വലിയ അറ്റാക്കാം. എന്തിനങ്ങനെ പറയുന്നത്? അതൊരു കല ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? കെ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് CA അരുൺകുമാർ സ്വാഗതം ആശംസിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ J ആദർശ് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനാ മത്സര വിജയികൾക്ക് ഡോക്ടർ MG ശശിഭൂഷൺ അനുമോദനം നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി, KK അനിൽകുമാർ, രാജേഷ് കരാത്ത്, ബൈജു KB, KR വിജയകുമാർ, MV ലാൽ, രമേശൻ കണ്ടത്തിൽ, നിതീഷ് ഗോപാൽ, സ്മിത അജയ്, ശ്രീകുമാരി, രാധിക വേണുഗോപാൽ, M മിഥുൻ, ലക്ഷ്മി ചന്ദ്രൻ, ശ്രീദേവി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. R സുനിൽകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കൃഷ്ണപുരം.